ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൈജിടെക്ലിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KFC ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഉപകാരപ്പെടുന്ന ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ KFCയുടെ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യയിൽ എവിടെ ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ പോകുന്ന സമയത്ത് നമ്മളൊരു വലിയ ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല, നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫറുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓർഡറുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഫ്രണ്ട്സോ ഫാമിലിയായിട്ടോ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഏത് ഔട്ട്ലെറ്റിൽ നമുക്ക് ഇത് ഓർഡർ ചെയ്യാം. ഇതിൽ 3 ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ടേബിള് നമുക്ക് ഇരുന്ന് കഴിക്കാം ഉള്ളിൽ, അതുപോലെ തന്നെ നമുക്ക് പുറത്ത് വണ്ടിയിലേക്ക് വാഹനത്തിന്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിലേക്ക് കൊണ്ടുതരും, അല്ലെങ്കിൽ ഡെലിവറി ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി മാൻ ഡെലിവറി ചെയ്തു തരും. അങ്ങനെ ഈ 3 ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. KFCയുടെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വിശദമായിട്ട് പരിചയപ്പെടാം. നമ്മൾ ഓൾ ഇന്ത്യ ലെവലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു KFCയുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതൊന്ന് KFC ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്പോൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് KFC ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പം നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഡെലിവറി, ടേക്ക് അവേ, ഡൈനിങ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഡെലിവറി ആണെങ്കിൽ നമ്മുടെ ഏത് KFCയുടെ ഔട്ട്ലെറ്റിൻ്റെ ഒരു ഇത്ര കിലോമീറ്റർ, നിശ്ചിത കിലോമീറ്ററുകൾ അവർ ഓരോ ഔട്ട്ലെറ്റിനും കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർക്കുണ്ടാവും. ടേക്ക് അവേ ആകുമ്പോൾ പ്രശ്നമില്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഏത് ഔട്ട്ലെറ്റിൽ നിന്നും, ഇന്ത്യയിലുള്ള ഏത് ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പോകുന്ന റൂട്ടിൽ ഔട്ട്ലെറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് പിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഡൈനിങ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഓർഡർ പ്രിപ്പയർ ചെയ്ത നമുക്ക് എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധനം പ്രിപ്പയർ ആയിട്ടുണ്ടാവും, നമുക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ടേക്ക് അവേ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം മെയിൻ പേജിലേക്ക്, മെനു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ മെനു പേജിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് അവരുടെ ഇന്നത്തെ ഓഫറുകളോ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ അവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ടുണ്ട്. അതിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. സൈൻ ഇൻ ചെയ്യാൻ വളരെ ഈസിയാണ്. സൈൻ ഇൻ ചെയ്യാനായിട്ട് നമ്മൾ സൈൻ ഇൻ എന്നുള്ള ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്താൽ മതി. 10 അക്ക ഡിജിറ്റൽ ടെലിഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു OTP നമ്പർ നമ്മുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യും. ആ OTP നമ്പർ ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ആവും. ഓക്കെ, ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട്. ഇനി നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. ലൊക്കേഷൻ നമ്മളിപ്പം ഏത് ലൊക്കേഷനിൽ നിന്നാണ് പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ കൊല്ലത്തുള്ള ഒരു ഔട്ട്ലെറ്റ് സെലക്ട് ചെയ്യാണ്. ഇവിടെ നോവർ പ്ലാസ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിനകത്ത് നിൽക്കുന്ന KFCയുടെ ഔട്ട്ലെറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാണ്. ഓർഡർ എങ്ങനെയാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു മെയിൽ സിമ്പിളായിട്ട് ഞാനിവിടെ നിന്ന് ഓർഡർ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പിക്ചറായിട്ട് മുകളിൽ കാണിക്കുന്ന നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് മെയിലായിട്ടും അതുപോലെ സെപ്പറേറ്റ് സിംഗിളായിട്ടും നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഡർ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. ഇപ്പോൾ 599 രൂപയുടെ ഈ ഒരു ബക്കറ്റ് നമ്മൾ ഓർഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ടു കാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ താഴെ നമ്മുടെ ടോട്ടൽ വാല്യൂ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം വ്യൂ കാർട്ട് എന്നുള്ളത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കും. ഒരു പീസ് നമുക്ക് ഇവിടുന്ന് കൂട്ടാം, മെയിലിൻ്റെ എണ്ണം കൂട്ടാം. അൾട്ടിമേറ്റ് സർവീസ് സേവിങ് ബക്കറ്റ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ബില്ലിൻ്റെ ടോട്ടൽ വാല്യൂ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. 570 രൂപ പ്ലസ് GST ഉണ്ട്, 28 രൂപ 52 പൈസ. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് ക്യാരി ബാഗ് വേണമെന്നുണ്ടെങ്കിൽ, വലിയൊരു ബാഗ് അതിനകത്ത് നമുക്ക് ബാഗിലിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 6 രൂപ എക്സ്ട്രാ കൊടുക്കണം. അത് വേണ്ടാത്തൊരു അത് ഒഴിവാക്കാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ, നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ, അതായത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് 5 രൂപ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അത് താല്പര്യമുള്ളവർക്ക് കൊടുക്കാം, താല്പര്യമില്ലാത്തവർ ഒഴിവാക്കാം. അങ്ങനെ ടോട്ടൽ വാല്യൂ എമൗണ്ട്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 609 രൂപ 99 പൈസ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലീസ് ഓർഡർ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്ന പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരും ഡീറ്റെയിലും ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇന്ന് ഡേറ്റും ടൈമും നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അവിടുന്ന് പിക്ക് ചെയ്യാം. അവിടുത്തെ ആ സമയത്ത് നമുക്ക് പ്രിപ്പയർ ആയിട്ട് കിടക്കും. ഓൺലൈനിൽ ഓർഡർ ആയതുകൊണ്ട് ആ സമയത്ത് കറക്റ്റ് പ്രിപ്പയർ ചെയ്യും. നമ്മളിപ്പോൾ ഇവിടുന്ന് വൈകുന്നേരമാണ് പോകുന്നത്. ഒരു പക്ഷേ നമ്മൾ വൈകിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്, രാവിലെ ഓർഡർ ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ടൈം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ ആ ഒരു ടൈം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ് ഓർഡർ. ഓക്കെ, അതിനുശേഷം നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഞാൻ ഓൾറെഡി എൻ്റെ പേരും ടെലിഫോൺ നമ്പരും ഒരു ജിമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിത് കോൺടാക്റ്റിൽ നിങ്ങളുടെ പേരും ജസ്റ്റ് ജിമെയിൽ ഐ ഡിയും കൂടെ കൊടുക്കുക. അത് കൊടുക്കുന്നുണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ്, അതുപോലെ തന്നെ ഓഫർ ടിക്കറ്റുകൾ, ഗിഫ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ മെയിലിലേക്കായിരിക്കും അവർ സെൻഡ് ചെയ്ത് തരിക. അതിനുവേണ്ടി നമ്മളത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷനാണ്. ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ പേടിഎമ്മോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് സെക്ഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് നമ്പരും അതുപോലെ എക്സ്പയറി ഡേറ്റും അത് CVV നമ്പരും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ കൺഫേം ആവും. കൺഫേം ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. മെസ്സേജ് വരുന്നത് നമുക്ക് ആ ഔട്ട്ലെറ്റിൽ നമ്മൾ ഓർഡർ ചെയ്ത ഓർഡറിൻ്റെ ഡീറ്റെയിൽസും, അതിപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് നിങ്ങൾക്ക് മുകളിൽ കാണാം. ഇപ്പോൾ എൻ്റെ പേരിൽ ഓർഡർ കൺഫേം ആയിട്ടുണ്ട്, ടൈമും ഡേറ്റും അത് സമയം എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഔട്ട്ലെറ്റിലുള്ള ഒരു കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൂടെ ആ മെസ്സേജിൽ വരും. നമുക്ക് ആ കോളിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ഓർഡർ പ്രിപ്പയർ ആയോ, എല്ലാം റെഡി ആണോ എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ ചോദിക്കാനും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് തിരുത്താനും കഴിയുന്നതായിരിക്കും. അപ്പം എന്തുകൊണ്ടും ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, എന്നാൽ വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഓഫറുകൾ ലഭിക്കും. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു ഫ്രണ്ട്സോ ഫാമിലിയായിട്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത്, ഈവൻ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരക്കിൽ പെട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ കൊറോണയുടെ സിറ്റുവേഷനാണ്. മാക്സിമം സാമൂഹിക അകലം പാലിക്കാൻ ഗവൺമെൻറ് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ പാലിക്കാൻ കഴിയും. നമുക്കറിയാം KFC ഔട്ട്ലെറ്റിലേക്ക് തിരക്കുകൾ എല്ലാ ദിവസവും വളരെ തിരക്ക് കൂടിയ സ്ഥലങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ഇവിടെ പറയുന്നു ഗുഡ് ബൈ.